ഈ കേസ് കൃത്യമായി ഇതാരംഭിച്ച ഈ കേസല്ല, ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വലിയ പരമ്പര അദ്ദേഹം പ്രത്യേകിച്ചും മംഗളം ദിനപത്രത്തിൽ അദ്ദേഹം എഴുതിയ പരമ്പര ഞാൻ വായിച്ചിരുന്നു. അങ്ങനെ ഈ കരിമണൽ കേസുമായി ബന്ധപ്പെട്ട കരിമണൽ കർത്ത ആരാണ്, എന്താണ് ഈ കരിമണൽ ഖനനം കൊണ്ട് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്, കേരളത്തിൻ്റെ പ്രത്യേകിച്ചും തീരദേശ മേഖലയിൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ആയിരുന്നു അന്ന് ആ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പരാമർശം. അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം നൽകും. പക്ഷേ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മാസപ്പടി കേസും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മകൾ വീണയുമായി ബന്ധപ്പെട്ട ഈ രാഷ്ട്രീയ കോലാഹലങ്ങളും നടക്കുന്നത്. അപ്പോൾ ശ്രീ സജിത് പരമേശ്വരൻ, ഇപ്പോൾ നടക്കുന്ന ഈ ED അന്വേഷണം അത് ഏത് ഘട്ടത്തിലേക്ക് എത്തുമെന്നാണ് അങ്ങ് കരുതുന്നത്? ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് ശ്രീ സജിത് പരമേശ്വരൻ? വിനോദ, ഇത് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു സംഭവമല്ലല്ലോ. എനിക്കറിയാവുന്ന ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 2003 മുതൽ ഈ കേസിനെ പറ്റി കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഞാൻ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2003 അന്നത്തെ എന്റെ എഡിറ്റർ ശ്രീമാൻ രാമേന്ദ്രൻ എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ കരുനാഗപ്പള്ളിക്ക് സമീപം ആലപ്പാട്ടേക്ക് പോകും. ഒരു സൈഡിൽ TS കനാൽ, അതായത് കരുനാഗപ്പള്ളി ടൗണിൽ നിന്നും നേരെ വലം തിരിഞ്ഞ് നമ്മള് പടിഞ്ഞാറേക്ക് പോകുമ്പോൾ വെള്ളനാത്തുരുത്ത് പാലമുണ്ട്, പണ്ടാരത്തുരുത്ത് പാലം. ഈ പണ്ടാരത്തുരുത്ത് പാലം അത് TS കനാലിന് കായംകുളം കായലിന് കുറുകെയുള്ള പാലമാണ്. ഏതാണ്ടൊരു 150 മീറ്റർ നീളത്തിലുള്ള ഈ പാലം കയറി ഇറങ്ങിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം വെറും 50 മീറ്റർ വീതിയിൽ കര അവസാനിക്കുന്നു, അറബിക്കടല് തുടങ്ങുന്നു. ഏതാണ്ട് കിഴക്ക് വെള്ളനാത്തുരുത്ത് മുതൽ പടിഞ്ഞാറ് വലിയഴീക്കൽ വരെ വിശാലമായ ഒരു 8 കിലോമീറ്റർ സ്ഥലം ഏതാണ്ട് റിബൺ പോലെ ഇടിഞ്ഞതായിട്ട് നമുക്ക് കാണാം. കാരണം 1970 കാലഘട്ടങ്ങളിൽ 3 കിലോമീറ്ററോളം വീതി ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് അവിടെ. അതായത് TS കനാലിനും അറബിക്കടലിനും മധ്യേ 3 കിലോമീറ്റർ ഏതാണ്ട് വീതിയിൽ ഒരു 10-15 കിലോമീറ്റർ ദൂരത്തിൽ കിടന്ന സ്ഥലം ഇന്ന് കേവലം 150-200 മീറ്റർ മുതൽ ഏതാണ്ട് 50 മീറ്റർ 20 മീറ്റർ ആയിട്ട് ചുരുങ്ങിയേക്കുന്നതാണ്. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 1970 മുതൽ ഇന്ത്യൻ റെയർ എർത്ത്സിന് വേണ്ടി കരിമണൽ ഖനനം വെള്ളനാത്തുരത്തിൽ ആരംഭിച്ചതാണ്. നമ്മള് കരിമണൽ ഖനനം ആരംഭിച്ച ശേഷം കടലിങ്ങനെ കയറി പോയി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഓരോ വ്യക്തികളുടെയും അരയ സമൂഹമാണ്, കടലിനെ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. എല്ലാവരുടെയും പക്കൽ ഏതാണ്ട് 10-70 സെന്റ് ഭൂമിയുടെ ആധാരം. പക്ഷേ അടുക്കളപ്പുറത്ത് കടൽ കയറി കിടക്കുക. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവരെ ആ ഭൂമിയെല്ലാം ബാങ്കിൽ പണയം വെച്ചിട്ട് ലോൺ എടുത്തു. റവന്യൂ റിക്കവറിക്ക് വേണ്ടി ബാങ്ക് അധികൃതർ വന്നപ്പോൾ അവര് പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. കാരണം കടൽ കയറി കിടക്കുക. എന്താണ് ഇതിന് കാരണം? ഏതാണ്ട് സ്വർണത്തോളം മൂല്യം വരുന്ന കരിമണൽ ഖനനം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖല ശോഷിച്ച് കേവലം ഞാൻ പറഞ്ഞില്ലേ, ഒരു 200 മീറ്റർ മുതൽ 50 മീറ്റർ വരെ ചുരുങ്ങിയത് കാണാം. നമ്മുടെ മാതാ അമൃതാനന്ദമയ്യയുടെ ആശ്രമം ഒക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് അല്പം വീതിയുള്ളത്. ഈ സുനാമി അടിച്ചത് അവിടെയാണ്. നിരവധി പേര് 120-120 ആൾക്കാർ മരിച്ച ആ സ്ഥലം. എന്തായിരുന്നു അതിന്റെ റീസൺ? ഇത്രയും വലിയ പ്രത്യാഘാതം സംഭവിക്കാനുള്ള റീസൺ എന്താണ്? ഈ കരിമണൽ ഖനനമാണ്. ഞാനത് സംബന്ധിച്ച് ഒരു ഗ്രാമം മരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു സൺഡേ സപ്ലിമെന്റിൽ ആദ്യം ഒരു ഫീച്ചർ എടുത്തു. തുടർന്ന് കടലെടുക്കുന്ന കേരളം എന്ന് പറഞ്ഞൊരു പരമ്പര എഴുതിയപ്പോൾ വിലക്ക് വന്നു. ഇനി എഴുതാൻ പാടില്ല, എഴുതിയാല് പിടി വീഴും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി ബാക്കി പറയുന്ന ആവശ്യമില്ല. കാരണം ഇനിയും കരിമണൽ ഖനനത്തെ കുറിച്ച് എഴുതാൻ പാടില്ല. കരിമണൽ കർത്ത വളരെ കൃത്യമായിട്ട് ഇടപെട്ടു. ഞാൻ പറഞ്ഞ ഈ കഥ 2003 അതിനെത്രയോ മുമ്പ് മുതൽ തുടങ്ങിയതായിരിക്കാം. പല ഇനത്തിൽ കൊടുത്തിട്ടുള്ള മാസപ്പടി പലർക്കും, വീണ വിജയന് മാത്രമല്ല മറ്റൊരു പേര് കൊടുത്തിട്ടുള്ളത്, നിരവധി ആളുകൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾക്ക് മാസപ്പൊടി കൊടുത്ത് പലരുടെയും വാ മൂടിക്കും.
ഇപ്പോഴേ ഈ ജനം ടി വി ഈ ഡിബേറ്റ് എടുക്കുന്നത് തന്നെ എനിക്കൊരു അതിശയം. കാരണം നിങ്ങൾ ഈ ഡിബേറ്റ് എടുക്കുന്നത് നിങ്ങളുടെ വായ ആരും മൂടിയിട്ടില്ല എന്ന് എനിക്ക് വ്യക്തമായതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അല്ലെ പലരും ഇത് ചർച്ച ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ്. ഇതിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ എനിക്ക് തോന്നുന്നു BJP മാത്രമേ ഇത്ര ശക്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളൂ. മറ്റു ആരും അങ്ങനെ വലുതായിട്ട് ശബ്ദിച്ചില്ല. കാരണം എല്ലാവർക്കും ഞാൻ പറയാമല്ലോ, മാധ്യമ സ്ഥാപനങ്ങൾക്കാകട്ടെ, മറ്റു പല ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചാനലുകൾ നടത്തുന്ന വ്യക്തികളാകട്ടെ, ഇതുപോലെ ഈ യൂട്യൂബ് ചാനലുകൾ നടക്കുന്ന വ്യക്തികളാകട്ടെ, എല്ലാവർക്കും നിരവധി പേർക്ക് ലക്ഷക്കണക്കിന് രൂപ പണം കൊടുത്തു തന്നെ മാസപ്പടി ഇനത്തിലോ ഇനിയും വർഷപ്പടി ഇനത്തിലോ കൊടുത്തു തന്നെ അവരുടെയൊക്കെ വാ മൂടി കെട്ടി എന്നുള്ളതാണ് സത്യം. ഇപ്പോഴ് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇപ്പം 2019 മുതലാണല്ലോ ഇത് ഇഷ്യൂ ആയത്. ഇൻകം ടാക്സ് നടത്തിയ ഒരു റെയ്ഡിനെ തുടർന്നാണല്ലോ ഈ പറയുന്ന 130 കോടിയോളം രൂപയുടെ ചെലവായതായി കണക്കാക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ചെലവായിട്ടില്ല. അന്നേരം ആ പണം എവിടേക്ക് പോയി എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് പല വഴി പോയ സംഭവമാണെന്ന് ഇത് മനസ്സിലാക്കി. ഇത് കോടതിയിൽ തന്നെ അവർ ശരിവെച്ചു. ആരെ? കരിമണൽ കർത്ത ശരിവെച്ചു. ഇപ്പം വന്നിരിക്കുന്നത് അതൊക്കെ കടന്നുകൊണ്ട് 182 കോടിയിലധികം രൂപ മാസപ്പടി ഇനത്തിൽ പലർക്ക് കൊടുത്തു. അതിലാണ്ട് 1.72 കോടി, അത് എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അല്ല, അത്രയുമാണ് വീണ വിജയന്റെ ഒരു കാര്യം പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം പല ആൾക്കാർക്കായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. വീണ വിജയനെ ഉപയോഗിച്ച് പണം വെക്കാനായിട്ടൊരു കടലാസ് കമ്പനി രൂപീകരിച്ച് ഇത്തരത്തിൽ ആരുടെ കയ്യിൽ നിന്നെല്ലാം പണം മേടിച്ചിട്ടുണ്ടെന്ന് ആർക്കൊക്കെ അറിയാം? നമ്മളുടെ ഭരണകർത്താക്കളുടെ മക്കള് ജോലി ചെയ്യുന്ന, അവരുടെ പുത്രന്മാര് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങള്, കേരളത്തിലെ തന്നെ വൻകിട കാശുകാരുടെ സ്ഥാപനങ്ങളാണ് വിളിച്ചു ജോലി കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? അവർക്ക് പല കാര്യങ്ങളും ഇല്ലീഗലായിട്ട് സാധിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. ഇപ്പം ഈ വന്നിരിക്കുന്ന അന്വേഷണം എനിക്ക് തോന്നുന്നത് ഇത് അവസാനിക്കുന്നത് വീണ വിജയന്റെ അറസ്റ്റോട് കൂടിയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. പക്ഷെ അങ്ങനെ ആകണമെന്നില്ല. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥിതിവിവരമാണ് മാധ്യമപ്രവർത്തകൻ ശ്രീ സജിത് പരമേശ്വരൻ പങ്കുവച്ചത്. അദ്ദേഹം 2003 ഈ കരിമണൽ ഖനനത്തെ പറ്റി മംഗളം ദിനപത്രത്തിൽ പരമ്പര എഴുതി തുടങ്ങി. പരമ്പര അതിൻ്റെ വളരെ തീവ്രമായ അല്ലെങ്കിൽ വളരെ നിഗൂഢമായ കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ മാധ്യമ സ്ഥാപനം അതിന് കൂച്ചുവിലം കിട്ടു, പരമ്പര നിർത്താൻ ആവശ്യപ്പെട്ടു. 2003 അങ്ങനെ ഒരു പത്രത്തിലെ പരമ്പര നിർത്താൻ ശക്തിയുള്ള ഒരു വലിയ ആളായി മാറി, അല്ലെങ്കിൽ വലിയ ആളായിരുന്നു ഈ കരിമണൽ കർത്ത. ആ കർത്തയുമായി ബന്ധപ്പെട്ട കേസാണ് കറങ്ങിത്തിരിഞ്ഞ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്ക് മാസപ്പടി കൊടുക്കുന്ന തരത്തിലേക്ക് വളർന്നു വന്നത്. അവർക്ക് മാത്രമല്ലല്ലോ, കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം അതിൻ്റെ പങ്കു പറ്റിയിട്ടുണ്ടല്ലോ. പങ്കുപറ്റാത്തവരാരുമില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെ മാസപ്പടിയായും വർഷപ്പടിയായും ഒക്കെ വാങ്ങിയതിൻ്റെ പറ്റുമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്.